ഹായ് ഹലോ വ്യൂവേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അലൈഗ്ര സ്പേസിൽ ഞാൻ മറ്റൊരു റെസിപ്പി കൂടി അപ്ലോഡ് ചെയ്യുകയാണ്. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഉരുളക്കിഴങ്ങ് ഇവ ഉപയോഗിച്ച് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഇത് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് ഇത് മൂന്നും ഇതുപോലെ ചെറുതായിട്ട് ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഇനി കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. ശേഷം 2-3 ഗ്രീൻ ചില്ലി അതുകൂടി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി, അതിനുശേഷം സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് അതുകൂടി ചേർത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതുപോലെ സ്റ്റെയർ ചെയ്ത് കൊടുക്കാം. സോട്ട് ചെയ്തെടുക്കുക. ഉള്ളി സവാളയുടെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലി പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അതിലേക്ക് ആവശ്യത്തിന് ഗരം മസാല പൊടിച്ചത് അതുകൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഇതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനെ ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ശേഷം ആവശ്യത്തിന് കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കുക. കറിയിൽ അതുകൂടി ആഡ് ചെയ്യുക. ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, വെജിറ്റബിൾസ് എല്ലാം കുക്കറിൽ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്ത് ഇത് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് കുക്കായിരിക്കുന്ന ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് കാഷ്യൂ നട്ട് വളരെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തതാണ്. ഈ അവസാനമായി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചത് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതിയാകും. കുറച്ച് കുരുമുളക് പൊടിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഉപ്പൊക്കെ നന്നായിട്ട് ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ശേഷം നമുക്കിത് സ്റ്റൗവിൽ നിന്നും വാങ്ങാവുന്നതാണ്. അപ്പോൾ കാഷ്യൂ നട്ട് ഇല്ലായെങ്കിൽ ബദാം അരച്ചു കൊടുക്കാം. ഇനി ബദാമും ഇല്ലായെങ്കിൽ തേങ്ങ നന്നായിട്ട് അരച്ച് ചേർത്താലും മതിയാകും.